ഈ വേണ്ടത്ര കഴിവ് പോരാ, കരുത്ത് പോരാ, അങ്ങോട്ട് പറ്റുന്നില്ല, മുഖം കണ്ടിട്ട് അത്രമേലൊന്നും ഒക്കുന്നില്ല, പിന്നെ അങ്ങ് വെറും പച്ച മനുഷ്യനായിപ്പോയി, ഇങ്ങനെയാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് എല്ലാവരാലും ഉപദേശിക്കപ്പെടുന്ന ഒരാളുണ്ട്. ഉപദേശമൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേ നടക്കുകയുള്ളൂ. എന്നാൽ സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ അങ്ങനെ ഉപദേശിക്കാൻ ചെന്നാൽ വിവരം അറിയും. അപ്പോൾ അതുകൊണ്ട് അത്തരം ഉപദേശം അദ്ദേഹം സ്വീകരിക്കാറുമില്ല. അങ്ങനെ ഉപദേശിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. ഈ ഭാരത് ജോഡോ യാത്രയൊക്കെ കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവായതിനു ശേഷം പിന്നെ വലിയ ഉപദേശമൊന്നും കേൾക്കുന്നില്ല. എങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് പല കാര്യങ്ങളും ഇങ്ങനെ പോരാ, അത് റെഡിയായില്ല എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. ആ മനുഷ്യൻ പാർലമെൻറ്റിൽ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം, കേട്ടോളൂ. Of India's foreign policy has been to keep Pakistan and China separate. ഒരു കാര്യം പറയാം, നമ്മുടെ ഏകമായ കൃത്യമായ ഒരു വിദേശ നയമായിരിക്കേണ്ടത് പാകിസ്ഥാനെയും ചൈനയെയും തമ്മിൽ ബന്ധപ്പെടുത്താതെ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. This is fundamental for India. ഇത് ഇന്ത്യക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്, ഫണ്ടമെൻ്റലാണ്. And what you have done is you have brought them together. എന്നാൽ നിങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവരെ രണ്ടുപേരെയും കൂടി ചേർത്ത് വെക്കുന്നതിനുള്ള, അവർ ചേർന്ന് നിൽക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കി. Today, do not be under any illusion. Do not underestimate. നിങ്ങൾ ഏതെങ്കിലും ഇലൂഷനിൽ എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്ത ആ ഒരു മനസ്സിൻ്റെ ചില മഞ്ഞ ചിന്തകൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ചിന്തകളിലാകരുത്. നിങ്ങൾ വില കുറച്ച് കാണരുത്. നിങ്ങളുടെ മുന്നിലുള്ള ആ ശക്തിയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ വെറും ഇലൂഷൻ വിചാരിക്കരുത്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ ശക്തിയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. Do not underestimate it. You have brought Pakistan and China together, and this is the single biggest crime that you could commit against the people of India. നിങ്ങൾ ചൈനയെയും പാകിസ്ഥാനെയും ചേർത്ത് നിർത്തുന്നു, അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാൻ അവസരമുണ്ടാക്കുന്നു. അത് ഇന്ത്യയോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്. China has a clear vision. And I can clearly see, without any confusion in my mind, that China has a plan. ചൈനയ്ക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്. എനിക്ക് കാണാൻ കഴിയും, എനിക്ക് പറയാൻ കഴിയും കൃത്യമായ ക്ലാരിറ്റിയോടെ. ചൈനയ്ക്ക് കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. China has a plan. തടസ്സപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ. Without any doubt that the Chinese, please, we are all nationalists, so let us discuss properly. ശല്യപ്പെടുത്തിയപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്, ദയവായി ക്ഷമിക്കുക, നമ്മളെല്ലാവരും ദേശീയതയിൽ വിശ്വസിക്കുന്നവരാണ്, അതുകൊണ്ട് ദയവായി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം തരിക. I can see that China has a clear-cut plan. The foundations of their plan have been put in place in Doklam and in Ladakh. അവരുടെ പ്ലാനിൻ്റെ അടിസ്ഥാന ശിലയാണ് ഡോക്ലാമിലും ലഡാക്കിലും അവരിട്ടത്. Do not underestimate what we are facing. നമ്മൾ നേരിടുന്നതിനെ വില കുറച്ച് കാണരുത്. This is a very, very serious threat to the Indian nation. ഇത് നമ്മുടെ രാജ്യത്തിന് വളരെ ഗൗരവമായ ഒരു ഭീഷണിയാണ്. This is a very, very serious threat to the Indian nation. We have made huge strategic mistakes in Jammu and Kashmir. We have made huge strategic mistakes in our foreign policy. നമ്മൾ ജമ്മു കാശ്മീരിലും ഫോറിൻ പോളിസിയിലും ഒരുപാട് ഗൗരവമായ പിഴവ് വരുത്തി. And if we do not correct those mistakes, what are the mistakes? I have just told you. You have brought China and Pakistan together.
നിങ്ങൾ ആ മിസ്റ്റേക്ക് തിരുത്തിയില്ലെങ്കിൽ അപ്പോൾ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് ചോദിക്കുകയാണ് എന്താ മിസ്റ്റേക്ക് എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ആവർത്തിക്കുകയാണ് നിങ്ങൾ പാകിസ്ഥാനെയും ചൈനയെയും ചേർത്ത് നിർത്തുന്നത്. You have brought China and Pakistan together. You have taken the concept of two different fronts and converted it into one unified front. നിങ്ങൾ അകലെ നിന്നിരുന്ന രണ്ട് സുഹൃത്തുക്കളെ ഒരു യൂണിഫൈഡ് ഫ്രണ്ട്സ് ആക്കുന്ന രീതിയിലേക്ക് വിദേശ നയത്തെ എത്തിച്ചു. And by the way, in case you haven't realized it, in case you haven't understood what's going on, it is very clear that the Chinese and the Pakistanis are planning. നിങ്ങൾക്കത് ക്ലിയറായി മനസ്സിലാക്കിയില്ലെങ്കിൽ ചൈനക്കാരും പാകിസ്ഥാൻകാരും ചേർന്ന് ആസൂത്രണം ചെയ്യുന്നുണ്ടാവും. The weapons that they are buying. Look at their activity. Look at the way they are talking. Look at who they are speaking to. നിങ്ങൾ നോക്കൂ, അവർ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആയുധങ്ങളിലേക്ക് നോക്കൂ, അവർ തമ്മിൽ സംസാരിക്കുന്ന വിഷയങ്ങളിലേക്ക് നോക്കൂ, അവർ തമ്മിൽ ഇടപെടുന്ന പ്രതലങ്ങളിലേക്ക് നോക്കൂ. I am clearly stating in the House of Parliament that we have made a massive blunder. ഞാൻ വളരെ കൃത്യമായി പാർലമെന്റിൽ പറയുന്നു, നമ്മൾ വളരെ മാസീവായിട്ടുള്ള ഒരു ബ്ലണ്ടർ ചെയ്തിരിക്കുന്നു. And we need to make sure, absolutely sure, that we can defend ourselves against the Chinese. നമ്മൾ വളരെ കൃത്യമായി ഈ ചൈനയുടെ പ്ലാനിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അത് തീർന്നതിന് ശേഷം കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ചാനലിൽ ഒരു പ്രസംഗം കേട്ടു. പ്രസംഗം കേട്ടത് നമ്മുടെ ഇസ്രയേലി ഉപപ്രധാനമന്ത്രിയുടേതാണ്. അദ്ദേഹം പ്രസംഗിക്കുന്നത് തൊട്ടടുത്ത ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തുള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ്. ഈജിപ്റ്റ് കടക്കണിയിലാണ്, ഈജിപ്റ്റ് ബാധ്യതയിലാണ്, നമ്മൾ ഈജിപ്റ്റിനെ സഹായിക്കണം, ഈജിപ്റ്റുമായി നമ്മളെ ബന്ധം മെച്ചപ്പെടുത്തണം, അവർക്കെന്തെങ്കിലും അസിസ്റ്റൻസ് നൽകണമെങ്കിൽ നൽകണം. ഈജിപ്റ്റ് ഇസ്രയേലിൻ്റെ മിത്രമൊന്നുമല്ല. ഈജിപ്തിലുള്ളത് മുസ്ലിമുകളാണ്. ഇസ്രയേലിന് അത്രമേൽ പത്തിയൊന്നുമില്ല. പക്ഷെ അവർ നോക്കുന്നത് എന്താണെന്നറിയോ, ആ തൊട്ടയൽ രാജ്യത്ത് വേറൊരു രാജ്യം വന്നാൽ, സൗദി അറേബ്യയോ അല്ലെങ്കിൽ റഷ്യയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു രാജ്യം വന്ന് അവിടെ നങ്കൂരമുറപ്പിക്കുന്നത് നമുക്ക് സഹിക്കാവുന്നതല്ല. അവരുടെ രാജ്യത്തിൻ്റെ നയങ്ങൾക്ക് ഒരു ഭീഷണിയാണ്. അതുകൊണ്ടാണ് അവരെ സഹായിക്കണം എന്ന് ആര് പറയുന്നത്? ഇസ്രയേലിൻ്റെ ഉപപ്രധാനമന്ത്രി പറയുന്നത്. ഇനി എൻ്റെ പോയിന്റിലേക്ക് വന്നാൽ, ഈ നയതന്ത്രം എന്ന് പറയുന്നത് തന്ത്രപരമായ ഒരു നയം സ്വീകരിക്കലാണ്, ഡിപ്ലോമാറ്റിക്കാണ്. ആ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മളുടെ പല ശത്രുക്കളെയും, ചെറിയ ശത്രുക്കളെയും വലിയ ശത്രുക്കൾക്ക് എറിഞ്ഞു കൊടുക്കരുത്. ആ ശത്രുതയും ഡിഫറൻസുമൊക്കെ അവിടെ ഉള്ളതിനോടുകൂടി തന്നെ അവരെ ഒരു പരുവത്തിന് നമ്മൾ ചുരുട്ടി കയ്യിൽ വെച്ചേക്കണം. ഇല്ലെങ്കിൽ എല്ലാ കാലത്തേക്കും നമ്മൾ ഭീഷണിയാണ്. അഫ്ഗാനിസ്ഥാനിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇന്ത്യ സർക്കാർ ഇടപെട്ടു. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്താ കാര്യം? അവിടെ ഉണ്ടാകുന്ന അസ്വസ്ഥത നമുക്കൊരു ഭീഷണിയാണ്. അപ്പോൾ അവിടെ ഹിന്ദുവും മുസ്ലിമും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അതിലിടപെട്ട് നമ്മൾ കൈവശപ്പെടുത്താൻ ശ്രമിക്കണം. നമ്മുടെ രാജ്യം സാമ്പത്തികമായി വളർച്ചയുടെ പാതയിലാണ്. ചൈനയോട് മത്സരിക്കത്തക്ക ഉയരത്തിലില്ലെങ്കിൽ പോലും ശക്തമാണ് നമ്മുടെ അടിത്തറ. അതൊന്നും ഒരു യുദ്ധത്തിൽ, ഒരു ഏറ്റുമുട്ടലിൽ നശിപ്പിക്കാനുള്ളതല്ല. അത് സത്യം തന്നെയാണ്, അത് ആവശ്യവുമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ കേവല വൈരാഗ്യം വെച്ച്, മൊബിലൈസേഷൻ വെച്ച്, വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് രാജ്യങ്ങളെ അകറ്റുകയും പിണക്കുകയും ശത്രുതയാക്കുകയും ചെയ്യുന്ന പ്രവണതയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇതൊരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീഡിയോകളിൽ ശ്രീലങ്കയെ ശത്രുവാക്കരുത്, ബംഗ്ലാദേശിനെ ശത്രുവാക്കരുത്, അഫ്ഗാനിസ്ഥാനെ ശത്രുവാക്കരുത്, പാകിസ്ഥാനെ ശത്രുവാക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളിലെല്ലാം ഇടപെടാൻ കഴിയുന്ന സാമ്പത്തിക ശക്തിയായി പല ഗൂഢ താല്പര്യങ്ങളുമായി ചൈന നിൽപ്പുണ്ട്. അവരുടെ ഏത് കടന്നുകയറ്റവും വലിയ അപകടമുണ്ടാക്കും. പലരും പറഞ്ഞു രാജീവ് ഗാന്ധി LTTE ആക്രമിക്കാൻ വേണ്ടി ഇന്ത്യൻ സേനയെ അയച്ചത് മണ്ടത്തരമായി പോയി എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സേനാ നീക്കം ഉണ്ടായില്ലെങ്കിൽ അതിന് പകരം അവിടെ ആക്രമിക്കാനെത്തുക നമ്മുടെ ഏതെങ്കിലും ഒരു ശത്രുരാജ്യമായിരിക്കും. അവരവിടെ താവളം ഉണ്ടാക്കും എന്നാണ് അന്ന് രാജീവ് ഗാന്ധിയുടെ വിദേശകാര്യ നയത്തിൽ പറഞ്ഞത്. അന്ന് നമ്മൾ ഓർക്കുന്നു, ഇടയ്ക്കിടെ ഉച്ചകോടി സ്ഥലങ്ങളിൽ വെച്ചൊക്കെ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഉച്ചകോടി സ്ഥലങ്ങളിലൊക്കെ വെച്ച് ബേനസീർ ഭൂട്ടോയും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയും ഒക്കെ തമ്മിൽ സംസാരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരു ചിത്രമായി പുറത്തു വന്നാൽ
ഇവിടുത്തെ ജിമാർക്ക്, ഇവിടുത്തെ മിത്രങ്ങൾക്ക് വലിയ ഹാലളക്കം വരും. കാരണം ഇവിടുത്തെ മിത്രങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഖത്തറിനെ കൊല്ലണം, പാകിസ്ഥാനെ എല്ലാം കൊല്ലണം, അഫ്ഗാനിസ്ഥാനെ കൊല്ലണം, ബംഗ്ലാദേശിനെ ബോംബിട്ട് തകർക്കണം. അങ്ങനൊന്നും ഇന്നത്തെ വേൾഡ് ഓർഡറിൽ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അത് ആരെങ്കിലും RSS നേതാക്കളോ അല്ലെ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടി സെല്ലുകളോ മിത്രങ്ങളെ പഠിപ്പിക്കണം. മിത്രങ്ങൾക്ക് വേണ്ടി ഭരിച്ചാൽ നമ്മുടെ രാജ്യത്തെ നയതന്ത്ര ബന്ധങ്ങൾ അടക്കമുള്ള സംഗതികൾ വലിയ അപകടത്തിലാവും. അങ്ങനെ അപകടത്തിലാകാൻ പാടില്ല. ഇത് പറയുന്നത് മോഡി വിരുദ്ധത കൊണ്ടല്ല, ഇത് പറയുന്നത് BJP വിരുദ്ധത കൊണ്ടല്ല, ഇത് പറയുന്നത് രാജ്യ താല്പര്യം മുൻനിർത്തിയാണ്. ഇപ്പം നമുക്ക് ആരാ ഈ അയൽ രാജ്യങ്ങളിൽ മിത്രങ്ങളുള്ളത്? ആരുമില്ല. പാകിസ്ഥാൻ നമ്മുടെ എതിർചേരിയിലാണ്, ബംഗ്ലാദേശാണ്, മാലിദ്വീപാണ്, പിന്നെ ആരാ, നേപ്പാൾ പോലും നമ്മളോടൊപ്പം ഇല്ല. നേപ്പാളിനൊക്കെ ചൈന ഒരുപാട് കടം കൊടുത്തു. പിന്നെ ശ്രീലങ്ക, അത് ഏതാണ്ട് ചൈന വിലയ്ക്ക് വാങ്ങിച്ച പോലെ ആയി. പിന്നെ ആരാ ഉള്ളത്? നമ്മൾ വളഞ്ഞിരിക്കുക. എന്തിനാണ് റഷ്യയും ഉക്രൈനും തമ്മിൽ പ്രശ്നം ഉണ്ടായത്? ഉക്രൈനെ നാറ്റോ സഖ്യകക്ഷിയിൽ അംഗമാക്കി അവിടെ ഒരു റഡാറും സംവിധാനവും ഒരു ബേസും ഒക്കെ നാറ്റോയുടെ ഉണ്ടാക്കാൻ പോയപ്പോഴാണ് റഷ്യ അടിച്ചത്. എന്താ അവിടെ ഉണ്ടാക്കുന്നതിന്? ഭാവിയിൽ അത് റഷ്യയുടെ സുരക്ഷിതത്വത്തിനൊരു വെല്ലുവിളിയാണ് എന്നതാണ് സ്ഥിതി. അപ്പം മുന്നിൽ കാണേണ്ടത് ഭാവിയാണ് രാജ്യത്തിൻ്റെ. നമ്മളിപ്പോൾ മറ്റേത് ശരിപ്പെടുത്തി, അത് പിൻവലിച്ചു, ഇത് പിൻവലിച്ചു, അവരെ അങ്ങനെ ചെയ്തു, ഇവരെ ഇങ്ങനെ ചെയ്തു എന്നൊന്നും പറഞ്ഞ് സന്തോഷിക്കുന്നതിലല്ല. ഒരു രാജ്യം സ്റ്റേബിളായി സെക്യൂറായി നിലനിൽക്കണമെങ്കിൽ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കണം. അതൊക്കെ അറിയാവുന്ന ആളാണ് ഡോക്ടർ S ജയശങ്കറിനെ പോലെയുള്ള ആളുകളൊക്കെയും വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരൊക്കെയും. പക്ഷേ അതൊരു സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നയമാകണം. അത് ഇവിടുത്തെ ലാഭത്തിന് വേണ്ടി ആകരുത്, ഇവിടുത്തെ മിത്രങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആകരുത്, ഇവിടുത്തെ ഇലക്ഷൻ ആകരുത് അതിൻ്റെ ലക്ഷ്യം. അത്രയേ ഉള്ളൂ. അത് വളരെ ശാന്തമായി 1-2 തവണ കേൾക്കണം. ഇത് പറയുമ്പോൾ ഇത് പാകിസ്ഥാനോടുള്ള സ്നേഹം കൊണ്ടാണ്, ബംഗ്ലാദേശിനോടുള്ള സ്നേഹം കൊണ്ടാണ്, ഒരു കുന്തവും ഇല്ല. അങ്ങനെ ഇന്ത്യയിലെ നിങ്ങൾ 100 മുസ്ലിങ്ങളെ വിളിച്ച് ചോദിച്ചാലും അതിൽ ഒരാൾ പോലും പാകിസ്ഥാനിൽ പോകണമെന്നൊന്നും പറയുന്നവരുണ്ടാവില്ല, ഒരാൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ന്യായമൊന്നുമല്ല എടുക്കേണ്ടത്, മറിച്ച് വളരെ റിയാലിറ്റിയോടെ സംഗതി കാണണം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ച വാക്കുകളാണ്. പക്ഷേ അദ്ദേഹത്തെ അപഹസിക്കുക, കളിയാക്കുക, നിർമ്മല ബുദ്ധിക്കാരൻ എന്നൊക്കെ പറയുക എന്നുള്ളതല്ലാതെ അങ്ങനെ പറഞ്ഞോ രാഷ്ട്രീയമായി. പക്ഷേ പറയുന്ന വാക്കുകളിൽ ചിലത് ആര് പറഞ്ഞാലും അതൊക്കെ പണ്ട് മൂലയുള്ള കാര്യമാണ്. വാജ്പേയിയുടെ കാലഘട്ടത്തിൽ പോലും ഉണ്ട് പ്രതിപക്ഷ നേതാവിനെ കേൾക്കുക, അഭിപ്രായം തേടുക, പരിഹസിക്കാതിരിക്കുക, ഗൗരവമായി ഇടപെടുക എന്നൊക്കെയുള്ളത്. അപ്പോൾ അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.